നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രാഹുൽ. ഏവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഹാൻഡ് ഫാൻ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്താഗതിയിൽ വന്നൊരു കാര്യം. സോ ഈ ഹാൻഡ് ഫാൻ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് എടുത്തിട്ട് പോകാം, ഇത് ചാർജ് ചെയ്യാം, പിന്നെ ശേഷം ഉപയോഗിക്കാം. ആ ഒരു രീതിയിൽ രീതിയിലുള്ള ഒരു ഫാനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചാർജ് ചെയ്യാം, പിന്നെ ശേഷം ഉപയോഗിക്കാം. നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോകാം. ടേബിൾ ഫാനോ അല്ലെങ്കിൽ എ സിയോ കൂളറോ ഇതൊന്നും നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് എവിടെയും കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനമല്ല. പക്ഷേ ഈ ഹാൻഡ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാറ്റും കൊള്ളും. അതേപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിൽ എടുത്തിട്ട് പോകാം, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ചാർജ് ചെയ്തുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു സംഗതിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു 1.5 ഇഞ്ച് PVC പൈപ്പ്, അതേപോലെ തന്നെ മിനി മോട്ടർ, DC മോട്ടർ, അതേപോലെ തന്നെ അതിന് വേണ്ട ഫാനിൻ്റെ ഇത്, അതേപോലെ ചാർജിങ് മോഡ്യൂള്, സ്വിച്ച്, അതേപോലെ വയർ തുടങ്ങിയ എല്ലാം ഉണ്ട്. അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ PVC പൈപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ മോട്ടർ ഈ മേൽഭാഗത്തായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കഷ്ണം പൈപ്പ് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി അടുത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെക്കണം. ഈ ഒരു പാകത്തിന് ഇവിടെയും കട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഒരു ചെറിയ സ്വിച്ച് കൊടുക്കാനുള്ള ഒരു ഹോളും ഇവിടെ സെറ്റ് ചെയ്യണം. സോ നമ്മൾ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്തു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുറിക്കുകയും ചെയ്തു. അതേപോലെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ ഓട്ടയും റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു അളവ് നോക്കിയതിന് ശേഷം അവിടെ സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ അപ്പോൾ അങ്ങനെ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾ ഇട്ട് കൊടുത്തു. ഹോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 2 വയർ കൊടുക്കും. ആ വയർ ഇതിനകത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹോൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഹോള് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു അടപ്പ് വരുന്നത് ഫ്രണ്ടിൽ ഇവിടെ ക്ലോസ് ചെയ്യാനും, അതേപോലെ തന്നെ ഈ ഒരു അടപ്പ് വരുന്നത് ബേക്കിൽ ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിനി മോട്ടർ, DC മോട്ടർ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഹോള് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്, DC മോട്ടറിൻ്റെ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഈ ഹോളിൽ കൂടെ ഈ വയറിങ് എടുത്ത് അതിന് ശേഷം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഈ ക്ലോസ്, ഇവിടെ ഈ ഹോള് വരുന്നുണ്ടല്ലോ, ഈ ക്ലോസ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒട്ടിക്കണം ക്ലോസ് വരുന്നത് ഇതും. അതിന് ശേഷം ഈ ബാക്കിൽ വരുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലേ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിക്കാം. അപ്പോൾ നമുക്കിത് ഒട്ടിക്കാം. ഇത് ഒട്ടിച്ചിട്ടുണ്ട്, DC മോട്ടർ ഒട്ടിച്ചിട്ടുണ്ട്. ശേഷം ഈ സാധനം കൊണ്ട് ക്ലോസ് ചെയ്യാം. ശേഷം ഇതിനകത്തൂടെ ഇടാം. അപ്പോൾ ഇങ്ങനെ വയറിട്ടതിന് ശേഷം ഇവിടെ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കണം. അതിപ്പോഴല്ല, ശേഷം ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇവിടെ സ്വിച്ച് സെറ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്.
ഇതൊന്ന് സോൾഡർ ചെയ്യാം. അപ്പോൾ നമുക്കിത് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഔട്ടിക്കുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ചാർജിൻ്റെ ഇതും അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്, ചാർജ് ചെയ്യാനുള്ള പോർട്ട്, അതേപോലെ ബാറ്ററി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ചാർജിങ് പോർട്ടും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതങ്ങനെ അടച്ച് ക്ലോസ് ചെയ്യണ പോലെ ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഈ മുകൾ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ പുറക് ക്ലോസ് ചെയ്യാൻ പോകും. ശേഷം നമ്മൾ പുറകും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയായി ഫാൻ്റെ. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതാണ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫാൻ റെഡിയായി. കുഴപ്പമില്ലാത്ത കാറ്റുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇതിലൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ കുഴപ്പമില്ല, കാറ്റ് കുഴപ്പമില്ലാതെ പാറുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലൊരു ചാർജിങ് ഇതും വരുന്നുണ്ട്, ചാർജ് ചെയ്യാനുള്ള ഒരു ഇത്. അതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇതിനകത്തൊരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. കറക്റ്റായിട്ട് ഇതിൽ കാണുന്നില്ല, ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ചാർജ് ആവുന്നതാണ് അതിനർത്ഥം. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഫാൻ സെറ്റായിരിക്കുകയാണ്, റെഡി ആയിരിക്കുകയാണ്. നല്ല സൂപ്പർ ഭംഗി, അടിപൊളി, നല്ല സ്റ്റൈലിഷ് ആയിട്ട്, നല്ല ഇത് ഓൺ ഓഫ് വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. അതുപോലെ തന്നെ സൈഡിലൊരു ബെല്ലൈക്കൺ വരുന്നുണ്ട്, അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.